നമസ്കാരം. കർണാടകയിൽ കോൺഗ്രസും JDS-ഉം രണ്ട് തട്ടിൽ. 10 സീറ്റ് ചോദിച്ച JDS 8 തരാമെന്ന് കോൺഗ്രസ്. അടുത്ത 3 ദിനം നിർണായകം. കർണാടകയിലെ ലോക്സഭാ മണ്ഡലങ്ങൾ പങ്കുവെക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും JDS-ഉം അന്തിമ തീരുമാനത്തിലെത്തിയില്ല. എന്നാൽ നേരത്തെ ഉന്നയിച്ച ആവശ്യത്തിൽ നിന്ന് JDS പിന്നോക്കം പോയിട്ടുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ JDS ദേശീയ അധ്യക്ഷൻ ദേവഗൌഡ ദില്ലിയിലെത്തി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ കണ്ടു. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ അറിയിക്കുകയും ചെയ്തു. ഒടുവിൽ 3 ദിവസത്തിനകം സീറ്റ് വിഭജന പ്രഖ്യാപനം നടത്താൻ ഇരു നേതാക്കളും തീരുമാനിച്ചു. അന്തിമ തീരുമാനമെടുക്കാൻ കർണാടകയുടെ കോൺഗ്രസ് ചുമതലയുള്ള KC വേണുഗോപാലിനെയും JDS നേതാവ് ഡാനിഷ് അലിയെയും ഇരു നേതാക്കളും ചുമതലപ്പെടുത്തി. JDS ആവശ്യപ്പെടുന്ന സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കാൻ നോട്ടമിട്ടവയും ഉൾപ്പെടുന്നതാണ് മറ്റൊരു പ്രശ്നം. മാർച്ച് 10-ന് സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രഖ്യാപനം നടത്താനാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. 28 ലോക്സഭാ മണ്ഡലങ്ങളാണ് കർണാടകത്തിൽ. ഇതിൽ 12 സീറ്റുകൾ തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നായിരുന്നു JDS-ന്റെ നേരത്തെയുള്ള ആവശ്യം. എന്നാൽ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണിപ്പോൾ. 12 സീറ്റ് കിട്ടിയില്ലെങ്കിൽ 10 സീറ്റെങ്കിലും വേണമെന്ന് ദേവഗൌഡ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ കോൺഗ്രസ് ഇതിന് തയ്യാറല്ല എന്നാണ് വിവരം. 8 സീറ്റുകൾ JDS-ന് വിട്ടുകൊടുക്കാമെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായിരുന്നു കൂടുതൽ സീറ്റുകൾ. എങ്കിലും സഖ്യ സർക്കാർ ഉണ്ടാക്കുമ്പോൾ മുഖ്യമന്ത്രി പദം JDS-ന് വിട്ടുകൊടുക്കുകയായിരുന്നു. അന്ന് തങ്ങൾ സഹിച്ച ത്യാഗത്തിന് സമാനമായ രീതിയിൽ JDS-ഉം സഹിക്കാൻ തയ്യാറാകണമെന്നാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നിലപാട്. JDS-ന് ജയിക്കാൻ സാധ്യതയുള്ള 6 സീറ്റുകൾ വിട്ടുകൊടുക്കാമെന്നാണ് കോൺഗ്രസ് ആദ്യമെടുത്ത തീരുമാനം. എന്നാൽ 3-ൽ 2 സീറ്റുകൾ വിട്ടു നൽകണമെന്ന് JDS ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീടാണ് കോൺഗ്രസ് 2 സീറ്റ് കൂടി അധികം വിട്ടുകൊടുക്കാമെന്ന് തീരുമാനിച്ചത്. രാഹുൽ ഗാന്ധിയും ദേവഗൌഡയും തമ്മിലുള്ള ചർച്ചയിൽ KC വേണുഗോപാലും ഡാനിഷ് അലിയും ഇരുവിഭാഗത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നു. ഇനിയുള്ള ചർച്ച ഡാനിഷ് അലിയും വേണുഗോപാലുമാണ് നടത്തുക. തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശവും രാഹുലും ഗൌഡയും ഇരുവർക്കും നൽകി. അതേസമയം സീറ്റുകളുടെ കാര്യത്തിലും ഇരുവിഭാഗത്തും തർക്കം നിലനിൽക്കുകയാണ്. JDS ആവശ്യപ്പെടുന്ന ചില സീറ്റുകൾ കോൺഗ്രസ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കോൺഗ്രസിന് വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളും JDS ആവശ്യപ്പെടുന്നുണ്ട്. ഷിമോഗ, ഹാസൻ, മാണ്ഡ്യ, മൈസൂരു, ബാംഗ്ലൂർ നോർത്ത്, ചിക്കബല്ലാപൂർ, തുമകുരു, ചിത്രദുർഗ, റായ്പൂർ, ബീദാർ, ബിജാപൂർ, ഉത്തര കന്നഡ എന്നീ സീറ്റുകൾ തങ്ങൾക്ക് വിട്ടുതരണമെന്ന് JDS ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഹാസൻ, മാണ്ഡ്യ, ഷിമോഗ വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടുമുണ്ട് എന്നാണ് വിവരം. അതേസമയം ബാംഗ്ലൂർ നോർത്ത്, മൈസൂർ, തുമകുരു, ചിക്കബല്ലാപൂർ, നോർത്ത് കന്നഡയിലെ 2 സീറ്റുകൾ എന്നിവ വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. ഇക്കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയും ദേവഗൌഡയും ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും നേതാക്കൾ ചർച്ച ചെയ്തു. അതേസമയം കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കർണാടക. ഇവിടെ സഖ്യകക്ഷികൾക്ക് കൂടുതൽ സീറ്റ് വിട്ടുകൊടുത്താൽ തിരഞ്ഞെടുപ്പിന് ശേഷം തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. അതേസമയം ചില വിട്ടുവീഴ്ചകൾ ചെയ്യാമെന്ന നിലപാടുള്ളവരും കോൺഗ്രസിലുണ്ട്. വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ചെറിയ കക്ഷികൾ BJP-യുടെ കൂടെ പോകുമെന്ന ആശങ്കയാണ് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന നേതാക്കൾ പങ്കുവെക്കുന്നത്. ചില കോൺഗ്രസ് നേതാക്കൾ അടുത്തിടെ BJP-യിൽ ചേർന്നതും ഇവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. തെക്കൻ കർണാടകയിൽ JDS-നാണ് സ്വാധീനം. എന്നാൽ കോൺഗ്രസിന് സംസ്ഥാനത്തെ എല്ലായിടത്തും ഒരുപോലെ സ്വാധീനമുണ്ട്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. സ്ത്രീ സൗന്ദര്യത്തിന് പരിപൂർണതയേക്കാൻ വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ദീപ ഗോൾഡ്. പരിശുദ്ധിയും ഗുണമേന്മയും ഉറപ്പു നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ ജില്ലയിൽ മറ്റാർക്കും നൽകാനാവാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. രാജകീയ പ്രൗഢി നൽകും ഡയമണ്ട്സ് ആഭരണങ്ങളുടെ ആരും കൊതിക്കുന്ന ഡിസൈനുകൾ. നാടിന്റെ സ്വന്തം ജ്വല്ലറി ദീപ ഗോൾഡ്.